എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മാറി മാറി വോട്ട് കൊടുത്തിട്ടുള്ള, നമുക്ക് ഒട്ടുമേ ഇതിനു മുമ്പ് വോട്ട് തന്നിട്ടില്ലാത്ത, എന്നാൽ ഇപ്രാവശ്യം നമ്മളെ വാരിക്കോരി ഉണർന്ന് അനുഗ്രഹിച്ച വലിയ സമൂഹത്തിന് കാല് തൊട്ട് വന്ദിക്കാനും നന്ദി അറിയിക്കുക. എന്റെ നന്ദി പ്രകടനം ഇതിലും കൂടുതൽ വിപുലമാക്കാനൊക്കത്തില്ല. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആഗ്രഹം സഫലീകരിച്ച ഒരു ചെറിയ ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം. കേരളത്തിലെ ജനങ്ങളുടെ ഒരുപാട് ആവലാതികൾക്ക് ഉത്തരം നൽകുന്നതിനും പുതിയ രക്ഷയുടെ മാർഗത്തിന് ഇനിയും എന്നെ കൊണ്ട് പറയിക്കില്ലേ, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗമൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടാണ്. ഇനിയിപ്പോ ദേഷ്യപ്പെടാനായിട്ട് മാനസികാവസ്ഥയില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്ന അത്രയും നേരം കഴിഞ്ഞ ഒരാളാണ് അവിടെ പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ ഞാൻ രണ്ടു വാക്ക് പറഞ്ഞെങ്കിൽ അവസാനിപ്പിക്കും. ഇരിക്കേണ്ടവരിരുന്നോളൂ, മാറി അവരെ ഇരുത്തണ്ട കേട്ടോ. അപ്പൊ ഇതിന്റെ പെരുമ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വലിയ ഒരു ആവലാതിക്ക് വളരെ വ്യക്തമായ ഒരു എതിരൊലി തൃശ്ശൂരിലൂടെ മുഴങ്ങിയിരിക്കുകയാണ്. വളരെ സംക്ഷിപ്തമായി പറയാവുന്ന ഒരു കാര്യം അതാണ്. അതിനകത്ത് ഞാൻ രാഷ്ട്രീയം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു കൊടക്കിഴിയിലേക്ക് വന്നു എന്ന് പറയുന്ന അമിത അവകാശവും ഇവിടെ പറയുന്നില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു മാർഗം കണ്ടെത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച് മതിയാകും. പുതിയ മാർഗം അവർ കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാപ്തി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ നമ്മളെ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാപ്തി എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നതിന് നമുക്കിനി ഒരു 2 വർഷക്കാലമുണ്ട് എന്ന് പറയുന്ന ബോധ്യത്തോടെ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉടനെ നടത്തണമെന്നാണ്. കാരണം നമ്മളൊരു പൊരുളുമായി ചെന്ന് ആ പൊരുളിന്റെ കരുത്തും സത്യസന്ധതയും അതിന്റെ മധുരവും, ഒരുപക്ഷെ മധുരം അറിയിക്കുന്നതിന് വേണ്ടി ഒരല്പം കയ്പും ഇടയ്ക്ക് നൽകുന്ന തരത്തിലുള്ള പ്രാപ്തി വർധനവ് എന്ന് പറയുന്നത് മാത്രമായിരിക്കണം ഇനിയുള്ള നമ്മുടെ 2 വർഷം. ഇനി നമ്മൾ ഇലക്ഷൻ പ്രചരണമാണ് നടത്തേണ്ടത്. അതിന്റെ ഒരു പ്രീ ഫൈനൽ, സെമി ഫൈനൽ എന്ന് പറയുന്നതാണ് 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതായിരിക്കും നമുക്കുള്ള ഉത്തേജക മരുന്ന്. അതിനുവേണ്ടി വർത്തിക്കൂ എന്ന് മാത്രമേ ഞാൻ പറയൂ. ഒന്ന്, വളരെ ദൈവികമായ സാന്നിധ്യം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒന്നിന് ആ ബലം അറിയിക്കാൻ സാധിച്ചു. ഇനി നമുക്ക് 140 ഇടങ്ങളിൽ ആ ബലം പടരണം. അതിൽ നിന്ന് എത്ര എണ്ണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. 20ഉം 22ഉം വെച്ച് കേരളം ഭരിച്ച ആൾക്കാർ ഇവിടെയുണ്ട്. നമുക്ക് ആ ശക്തി മതി.